ഹലോ, ഞാൻ ഷാനിയ ജോയൽ. ഇന്ന് ഞാനൊരു കാര്യം പറയാം കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇന്റർനാഷണലി ഒക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പക്ഷെ അവിടുന്ന് നമ്മുടെ പിള്ളേർ അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരാട്ടോ ഇതെല്ലാം മേടിക്കുന്നത്. അത് ഞാൻ പറയാമല്ലോ. അല്ലാതെ അവിടുത്തെ ആൾക്കാരല്ല ഇത് മേടിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരാൾ നമ്മുടെ സ്റ്റോറിൽ വന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. യൂറോപ്യൻ രാജ്യം നിന്ന് വന്ന ഒരു കൊച്ചാണ് കേട്ടോ. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് പറയട്ടെ, ആ കുഞ്ഞിന് ഇംഗ്ലീഷും അറിയത്തില്ല, ഞങ്ങൾക്ക് ആ കൊച്ചു പറയുന്ന ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ആ കൊച്ചു വന്നു കഴിഞ്ഞാൽ അതിനോട് കഥകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നല്ല രസമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ പിള്ളേർക്ക് ഇനി എക്സാം ഒക്കെ വരുവാണ്. അപ്പൊ നല്ല സ്റ്റഡി ടേബിൾ ക്ലോത്ത് വേണം. ഇനി സ്റ്റഡി ടേബിൾ ക്ലോത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും പഠിക്കാതിരിക്കണ്ട. ഇതുപോലെ സൈഡ് ബോർഡർ ഉള്ള കുറച്ച് സ്റ്റഡി ടേബിൾ ക്ലോത്ത്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് കണ്ട നല്ല ബട്ടർഫ്ലൈ ഒക്കെ പോലെ ഇരിക്കുന്ന നല്ല ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ഒക്കെ ഉള്ള സ്റ്റഡി ടേബിൾ ക്ലോത്ത് ആണ്. അതുപോലെ തന്നെ നമുക്ക് 6 സീറ്റർ ടേബിൾ ക്ലോത്തും അവൈലബിൾ ആണ്. അപ്പൊ ഈ കുഞ്ഞുണ്ടല്ലോ, ഇതിന്റെ പേര് ആക്ച്വലി ഇവർക്ക് നമ്മളെ വരുമ്പോഴേ അവര് വിഷ് ചെയ്യും കേട്ടോ. അതാണ് അതിന് ഏറ്റവും വലിയ കാര്യം. അവര് നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ എല്ലാം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മുടെ ഈ സ്നേഹം എന്നുള്ള ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ഒരു സൂത്രം നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താന്ന് പറയുക, കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഗുഡ് മോർണിംഗ് എന്നായാലും അവർ വിഷ് ചെയ്തു. അപ്പൊ അവൻ ഓക്കെ ഗുഡ് മോർണിംഗ്. അവൻ നമ്മൾ ഓർത്ത് അയ്യോ നമുക്ക് ഇനി എല്ലാം ഇംഗ്ലീഷിൽ അങ്ങ് പറയാം ഓക്കെ എന്ന് പറയും. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പറയുന്നതൊന്നും ആ കൊച്ചിന് പിടി കിട്ടുന്നില്ല. ആക്ച്വലി നമുക്ക് അത്ര ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, അതും പറയണല്ലോ. അപ്പൊ ഇതിങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ ഈ മാഗ്നസ്കേപ്സിലുണ്ടല്ലോ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് കവറിലിട്ടാ വെച്ചിരിക്കുന്നത്. കുറേ സാധനങ്ങളൊക്കെ അല്ലാതെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഷീറ്റ് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റൊക്കെ എന്താ പറക്കിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറിന്ന്, അതായത് ഇന്ത്യയിൽ വന്നിട്ട് കോട്ടൺ, അവർക്ക് കോട്ടൺ ഒക്കെ ആണ്. അവർ കോട്ടൺ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു ലാംഗ്വേജിലാണ്. പക്ഷെ അവരിങ്ങനെ തൊട്ട് നോക്കി ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ കണ്ട് എന്താ ഇതിന്റെ സൈഡൊക്കെ പ്രത്യേകം അവർ നോക്കും. അതാണ് അവർക്ക് അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഈ കുഞ്ഞു പിള്ളേരെ പണ്ടൊക്കെ ഞാൻ ഈ മുട്ടായിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ മുട്ടായും കൂടെ ആക്രാന്തത്തിൽ നോക്കുമായിരുന്നു. അതുപോലെ ഈ കൊച്ചു അതുപോലെ ഇങ്ങനെ മുട്ടായിക്കടയിലൊക്കെ കയറുന്ന പോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ തുറന്ന് ഇങ്ങനെ നോക്കി അതിന്റെ ഭംഗിയെല്ലാം ആലോചിച്ച് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കുക. അപ്പം ഈ പുള്ളിക്ക് എന്ത് വേണം എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ പുള്ളി എല്ലാ സാധനങ്ങളും ഓരോന്ന് പോയി പറക്കി അതിന്റെ സാമ്പിൾസ് ഒക്കെ നോക്കി ആ സെക്ഷന്റെ സൈഡിൽ പോയി നോക്കി എല്ലാം നോക്കുക കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, നമുക്ക് അതായത് ഒരു കിലുക്കം പോലെയായിരുന്നു, കിലുക്കം സിനിമ പോലെയായിരുന്നു കേട്ടോ. അതായത് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്ന പോലെ തന്നെ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളവരുടെ അവസ്ഥ കേട്ടോ. അത് തന്നെയല്ല, ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പം നമുക്ക് അതിലും കൂടുതൽ സന്തോഷമാണ്. കാരണം അതൊരു രസമല്ലേ. കാരണം നമ്മുടെ റിവ്യൂസ് ഒക്കെ വായിച്ചും പിന്നെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണോ വന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും ആ കൊച്ചിനൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇത് നമ്മുടെ 695 ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇന്നല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ചീത്ത പറയല്ലേ, ഇത് പറഞ്ഞില്ല, കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന്. അപ്പൊ ഇതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ലൈറ്റ് കളർ 4 സൈഡിലാണ്. എനിക്കൊരു കാര്യം പറയാൻ തുടങ്ങിയ പിന്നെ ആ കാര്യം മാത്രമേ എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത പ്രിന്റ്, ഈ പ്രിന്റ് നല്ല ഭംഗിയായിട്ടുള്ള 695 പ്രിന്റ് ആണ്. ഇത് കണ്ടോ എന്ത് രസമായിട്ടുള്ള ഇതാണെന്നറിയാവോ, നല്ല രസമാട്ടോ ഇതിന്റെ സൈഡ് ബോർഡർ ഇത്. പിന്നെ ഇവർക്കുണ്ടല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഇവർ കുറേ ആക്രി പൂക്രി സാധനങ്ങളും ബെഡ്ഷീറ്റും എന്തൊക്കെയോ മേടിച്ച് കൈ പിടിച്ച് ഇങ്ങനെ അത് ആക്ച്വലി നമ്മുടെ കവറിട്ടിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കവറിൽ അവർ എന്ത് ഹാപ്പി ആയിട്ട് അവർ കൊണ്ടുവന്നിരുന്നു. എനിക്ക് റിവ്യൂ ഒക്കെ തരുമായിരിക്കും ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇത് 695 ഷീറ്റാണ്. സൈഡിൽ ഈ കളർ ആണ്. ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള പൂക്കളെ എന്തായാലും വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ പുള്ളി പോയതും എനിക്ക് വന്നതിൽ അത് സന്തോഷം, നമ്മുടെ പിള്ളേർക്കും സന്തോഷം, നമുക്കും ഹാപ്പിയാണ്. ഇത് കണ്ടോ അടുത്ത ഷീറ്റ്. ഇത് ആക്ച്വലി നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ച ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള പൂവ്. സൈഡിൽ ഇതുപോലെ നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന്റെ താഴെയാണ് കേട്ടോ. ഫുള്ള് ലേസ് ആക്കിയൊക്കെ
വെച്ചിട്ടുള്ള ഇതിന്റെ ഇത് കണ്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇന്ന് ഇത് ലേസ് വെച്ച ഷീറ്റാട്ടോ, നല്ല രസമുള്ള ഷീറ്റാണ്. ഇത് സൈഡ് ബോർഡർ നമുക്ക് ബ്ലൂ ആയിട്ട് വരും. ഇത് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ വീട്ടിലിടാനൊക്കെ നല്ല രസമായിട്ട് സൈഡ് ബോർഡർ 4 സൈഡിൽ പ്ലെയിനും സെന്റർ പോർഷൻ ഇതുപോലെയുള്ള നല്ല 1000 റുപ്പീസിന് താഴെയുള്ള ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. ഇനി ഈ പൊന്നിന്റെ പേരെന്നാണെന്നറിയോ? കാറ്റി. അപ്പം നമുക്ക് അവസാനം നമ്മളിങ്ങനെ ബില്ലൊക്കെ എഴുതുമ്പോഴാണല്ലോ പേരൊക്കെ പിന്നെ കാറ്റി യൂറോപ്പിൽ നിന്ന് വന്നതാണ്. യൂറോപ്പിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് കേട്ടോ. പക്ഷെ പല പല ലാംഗ്വേജസ് അവിടെ ഉണ്ട് കേട്ടോ. അത് ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അത് മനസ്സിലായത്. അപ്പം ഇതുപോലെ ഇങ്ങനെ ഓരോ ആൾക്കാർ വരുമ്പോഴും പിന്നെ നിങ്ങളൊക്കെ വന്ന് കടയിൽ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാറ്റിയുടെ താങ്ക് യു പറയും കേട്ടോ. കാറ്റിക്ക് പറയാൻ ആക്ച്വലി താങ്ക് യു മാത്രമായിരുന്നു അറിയത്തുള്ളൂ. കുറേ കാറ്റി എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ താങ്ക് യു മാത്രമേ എടുത്തുള്ളൂ. അതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലല്ലോ, കാരണം ഈ പുള്ളി എന്താ പറയുന്നതെന്ന്. എന്നാലും ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ കേട്ടോ. അപ്പം ചെലവലാന്നൊക്കെ. പക്ഷെ നമ്മുടെ ഓരോ പ്രൊഡക്ട്സും നോക്കി സന്തോഷത്തോടെ അങ്ങനെ ഒരു കൊച്ചു വന്നതിൽ തമ്പുരാന്റെ കൃപയിൽ ഇങ്ങനെ ഒരു കൊച്ചൊരു ഫോറിനർ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇനി ഞാൻ പഠിക്കാൻ പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാം ഓരോ ചെറിയ ചെറിയ സപ്പോർട്ടുകളാണ് മാഗ്നിസ്കേപ്സിന് വേണ്ടത്. എൻ്റെ ശബ്ദം നല്ലതല്ല, 2-3 ദിവസം കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. പനിച്ചെരിഞ്ഞ് ഈ ദിവസങ്ങളൊക്കെ എല്ലാവരും വീട്ടിലിരിക്കുന്നില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് എനിക്ക്. അപ്പോൾ പനിയൊക്കെ വന്നാലും കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ മുടങ്ങാതെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. കാരണം എല്ലാ ദിവസവും നമ്മളിത് ചെയ്യണമല്ലോ, നമ്മുടെ ജോലിയാണ്. അപ്പം ഞാൻ ഇച്ചിരി നേരം കഴിയുമ്പോൾ പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഈ കാറ്റി മോക്കും എല്ലാവർക്കും സന്തോഷം. മോളെന്നൊന്നും പറഞ്ഞാൽ അതിന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു. Thank you so much.